ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കേരള സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ റിയൽ വോയിസ് അല്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓട്ടോക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ, ട്രിവാൻഡ്രം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ഫാമിലി ഇയർലി ട്രിപ്പാണിത്. അപ്പോൾ അങ്ങനെ ഓട്ടോ പിടിച്ച് ബസ്സൊക്കെ പിടിച്ച് വന്ന് ലാസ്റ്റ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. അപ്പോൾ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ട്രെയിനിന് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഫ്രണ്ടായ കാരണം നമ്മളവിടെ പോയി. പിന്നെ ഈ തൃശ്ശൂരിന് ബോർഡ് എഴുതി കൊടുത്ത് നമ്മളൊരു നല്ലൊരു സെൽഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ക്യാമറ ഒക്കെ മുന്നിൽ ഫോക്കസ് ചെയ്തിട്ട് ട്രെയിൻ വരുന്നിടത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിൻ ജനശതാബ്ദി ആലപ്പി വയ ആലപ്പിയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് കണ്ട കാഴ്ചയൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ ഈ സീനറിയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കും കേട്ടോ. ഞാനത് എയർപോർട്ടൊക്കെ കണ്ടിട്ട് മമ്മിയുടേക്കുന്ന് മൊബൈൽസ് വെച്ച് പെട്ടെന്ന് വീഡിയോ എടുത്തത് കേട്ടോ ഗൈസ്. ഈ ഫുട്ടേജ് ഏകദേശം 6 hours എടുക്കും കേട്ടോ ഗൈസ് ട്രിവാൻഡ്രത്തേക്ക് എത്താൻ. ട്രെയിനിൽ പോകുമ്പോൾ അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഉള്ളിൽ. അതേപോലെ ഏതെങ്കിലും ഇങ്ങനത്തെ സീനറി ഒക്കെ വരുമ്പോൾ എല്ലാവരും ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഈ കാണുന്ന സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഷോർട്സ് ഫോമാറ്റ് എടുത്ത് ആദ്യം ഷോർട്സിലിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. അങ്ങനെ ഈവനിങ് ആകുമ്പോൾ ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിട്ടോ ഗൈസ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ നിൽക്കുക. പിന്നെ ഞാനും ചാരും മമ്മിയൊക്കെ ഒരു ചെറിയ ഫോട്ടോ പോസൊക്കെ കൊടുത്തിട്ട് ആ സമയത്ത് എല്ലാവർക്കും വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ അന്വേഷിച്ച് പോവാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പനീറും ഗോബി ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ബൈറ്റി ഡാൻസ് ഡോർമിറ്ററിയാണ്. ഇത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയാം. ഇത് പോലീസുകാർ വെക്കണ ഡോർമിറ്ററിയാണിത്. ഡോർമിറ്ററിയെ കുറിച്ച് പറയാ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം നല്ല AC എല്ലാതും ഉണ്ട്. പിന്നെ ബാക്കിൽ നോക്കുക വെച്ചാൽ ചർച്ച്, മോസ്ക്, പിന്നെ ഈ വലിയ സ്റ്റേഡിയം. അങ്ങനെ ഉറങ്ങി നമ്മൾ 5:30 എണിച്ചിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാണ്. അപ്പോൾ ഞാൻ അത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ദർശൻ ടൈമിങ്സ് 6:30 ദർശൻ ടൈമിങ്സ്. അപ്പോൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അലൗഡ് അല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലത്തെ ദർശൻ ടൈമിങ്സിൻ്റെ ബോർഡാണിത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ദർശനത്തിനാണ് പോയി 6:30 AM to 7 o'clock AM. അപ്പോൾ ഈവനിങ് ഉണ്ട് കേട്ടോ ദർശൻ. അപ്പോൾ ഇത് വല്ല ടൈം സ്കെഡ്യൂള് വല്ല സ്പെഷ്യൽ ഡേയ്സൊക്കെ ഉണ്ടാച്ചാൽ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിശന്നിട്ട് നമ്മൾ വടയൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നമ്മളൊരു ഒരു ഫുൾ ഈവനിങ് വരെ ഒരു പാക്കേജ് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരൊരു ഫുൾ എല്ലാ സ്ഥലങ്ങളും ആചാരം ട്രിവാൻഡ്രത്തിലത്തെ. അപ്പോൾ ശരി, കുഴപ്പമില്ല വെച്ചിട്ട് നമ്മളും പോയി. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പത്മനാഭസ്വാമി ടെമ്പിളായിരുന്നു. പക്ഷെ നമ്മൾ കണ്ട കാരണം അവരുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആറ്റുകാൽ ക്ഷേത്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആറ്റുകാൽ ക്ഷേത്രം. അവിടെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഓട്ടോക്കാർ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ആറ്റുകാൽ ക്ഷേത്രമൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു തൊട്ടപ്പുറത്ത് ഒരു അന്നപൂർണ ഹോട്ടൽ ചുട്ട് പറഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പഴങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റ് വഴി നമ്മൾ പിന്നെയും നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ റൂമിലേക്ക് എന്തിനു വന്നു വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഈ എല്ലാം ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മോഡേൺ മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷപ്പൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻസൊക്കെ പോവാട്ടോ.
ഇനി നമ്മൾ പോണ അടുത്ത സ്ഥലം ഏതാ വെച്ചാൽ നമ്മൾ വിചാരിച്ചത് ആഴിമല ശിവൻ ക്ഷേത്രമാണ്. പക്ഷെ അവരിങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ അങ്ങനെ അവർ പോണ സ്ഥലം പൂവാർ സാൻഡ് ബീച്ച് ഐലൻഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൂവാർ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു ശരി വല്ല കാണാൻ എന്തെങ്കിലും ഉണ്ടാവും, ബോട്ടിംഗ് അല്ലേ, ഒരു ചെറിയ എമൗണ്ടൊക്കെ നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവിടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായി പെർ ഹെഡ് 1500 ആണ്. അപ്പോൾ ശരി നിങ്ങൾ ഇതെല്ലാതും ശ്രദ്ധിച്ച് പോകണം, ഇങ്ങോട്ട് പോവാനൊക്കെ പോവാച്ചാൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, പെർ ഹെഡ് 1500 ആണ്. അപ്പോൾ ശരി നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി. മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ബേർഡ് വാച്ചിങ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ ഓട്ടോ പാക്കേജിൽ എല്ലാതും ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ മദർ മേരി സ്റ്റാച്ചു അങ്ങനത്തെ കുറേ എണ്ണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബോട്ടിൽ തന്നെ അങ്ങനെ ചുറ്റി കാണിക്കാം. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ പൂവാർ പോണേക്കാളും മുന്നേ ഓട്ടോക്കാരൻ നമ്മളോട് മുൻകൂട്ടി പറഞ്ഞില്ല പൂവാറിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന്. അപ്പോൾ അവിടെ ഇതാണ് കേട്ടോ ഗൈസ് അവിടുത്തെ ഫ്ലോട്ടിംഗ് റിസോർട്ടും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ മദർ മേരി സ്റ്റാച്ചു ഇതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുന്ന് ഒരു 50 മീറ്റേഴ്സൊക്കെ പോയാൽ തമിഴ്നാട് ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ബീച്ചൊക്കെ ഉണ്ട്, നല്ല രസമാട്ടോ ബീച്ചിൻ്റെ ഉള്ളിലൊക്കെ കയറാം. അപ്പോൾ അവിടെ ക്യാമൽ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല. പെർ ഹെഡ് അത്ര 250 അത്ര ഉണ്ട് ക്യാമൽ റൈഡിനൊക്കെ. പിന്നെ നമ്മൾ തിരിച്ചും കിട്ടു പോവാണ്. അപ്പോൾ ബേർഡ് വാച്ചിങ് എന്നൊക്കെ പറയാൻ വെച്ചാൽ ഞാൻ വിചാരിച്ച കുറേ ബേർഡ്സൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ ഓക്കെ ഞാൻ കാണാത്ത ബേർഡ്സ് തന്നെ, പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഗൈസ്, 2-3 തന്നെ കണ്ടിട്ടുള്ളൂ. ബോട്ടിംഗ് എക്സ്പീരിയൻസ് പറയാച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമായി ബോട്ടിംഗ് എക്സ്പീരിയൻസൊക്കെ. അപ്പോൾ ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ആയാലും എല്ലാതും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇനി പൂവാർ കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആഴിമല ശിവൻ ക്ഷേത്രമാണ്. അപ്പോൾ അവർ പറഞ്ഞത് 11 o'clock 11:30 ഒക്കെ നട അടയ്ക്കുന്ന. പക്ഷെ നമ്മളവിടെ വന്നിട്ട് ജസ്റ്റ് സ്റ്റാച്ചു കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സൈഡ് പോയാൽ നിങ്ങൾക്കൊരു നല്ല ബ്യൂട്ടിഫുൾ വ്യൂവിൽ ഒരു ബീച്ച് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ആ ബീച്ച്, നല്ല രസമുണ്ട് കേട്ടോ ആ ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ വിചാരിച്ചു, പക്ഷേ വേണ്ട വിചാരിച്ചു, കാരണം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ബീച്ചാണ്. അപ്പോൾ സ്റ്റാച്ചു കാണാൻ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല വെയിലത്താണ് പോയത്, കാലൊക്കെ നല്ല പൊള്ളുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എൻട്രി ചാർജ് കുറക്കാച്ചാൽ സ്റ്റാച്ചുവിന് കാണാൻ മാത്രമായിട്ട് നമ്മൾ 20 rupees കൊടുക്കണം, പെർ ഹെഡ് 20 ആണ്. ഈ സ്റ്റാച്ചുവിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് കേരളയിൽ തന്നെ ബിഗ്ഗസ്റ്റ് സ്റ്റാച്ചു ആണിത്, ആഴിമലയിൽ ലൊക്കേറ്റഡായി ശിവൻ സ്റ്റാച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ കുറേ ഫാമിലീസിനൊക്കെ ആയിട്ട് നമ്മൾ കുറേ നല്ല കിടിലം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റാച്ചു പറയാച്ചത് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ശിവ ഇവിടെ ഗംഗാധേശ്വര രൂപത്തിലാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ സ്റ്റാച്ചുയുടെ ഹൈറ്റ് പറയാച്ചാൽ 58 feet ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഈ ബീച്ചിൽ നിന്ന് കുറച്ച് താഴത്തിറങ്ങി കാണാൻ പറ്റും നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും ഗൈസ് ആ വിഴിഞ്ഞം പോർട്ടൊക്കെ. അപ്പോൾ ഇത് വിഴിഞ്ഞത്തിൻ്റെ അടുത്താണ്. പിന്നെ അവിടുന്ന് വന്നിട്ട് വിശന്നിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കോവളം ബീച്ചാണ് കേട്ടോ ഗൈസ്. നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല ഇഷ്ടമായി ബീച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ എടുത്ത ഓട്ടോ പാക്കേജിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് ലുലു മോളും കൂടി പോകാനാണ്. അപ്പോൾ അവർ പെർ ഓട്ടോ 250 rupees എക്സ്ട്രാ വാങ്ങിച്ചിട്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ പാക്കേജിന് പെർ ഓട്ടോ 1000 rupees ആണ്. ഇവരെല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും, ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ബീച്ചിൽ മണ്ണിലൊക്കെ എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അതൊക്കെ എറേസ് ചെയ്യണത് വെള്ളം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഈ ബീച്ചിലൊക്കെ കാലിടാം. പിന്നെ സൺസെറ്റ് കാണാൻ വിചാരിച്ചു, ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ അങ്ങനെ സഡനായിട്ട് വലിയ വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ സ്വിമ്മും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഒരു റിസോർട്ടും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലുലു മോൾ എത്താറായി. നിങ്ങൾക്ക് കാണാൻ പറ്റും ലുലു മോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് അവരുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഉള്ളിലേക്ക് പോയപ്പോൾ ഞാൻ കണ്ടത് ഇന്ത്യയിലത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോളാണ് ലുലു മോൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ഭയങ്കര വലുതാണിത്, ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഇതിനെയും കാട്ടി വലുതാണ്. അപ്പോൾ ഈ മോള് 20 lakh square feet ആണ് ഈ മോള്. ഇന്ത്യയിലത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോളാണിത്.
അപ്പോൾ അങ്ങനെ ഇതൊക്കെ നടന്നു പോകുമ്പോൾ ഈ വാച്ചിൻ്റെ സെക്ഷനൊക്കെ കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. നല്ല ഡിസൈനുള്ള വാച്ചായിരുന്നു. ഒക്കെ കാസിയോയുടെ G-Shockൻ്റെ ഒക്കെ ആയിരുന്നു കേട്ടോ വാച്ച്. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വിചാരിച്ചു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നറൊക്കെ അവിടുന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാം കേട്ടോ ഗൈസ്. ലാസ്റ്റ് മൊമെൻറ്റ് പോകുമ്പോഴാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ചാരുയുടെ ബാഗ് ലോസ്റ്റായിട്ടുണ്ടായിരുന്നു, ടോപ്പ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഓടിയിട്ട് ആ ബാഗ് എടുക്കാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് ഇൻഫോർമേഷൻ ഡെസ്കിൽ വെച്ചിട്ടുണ്ടെന്ന്. ഓൾ ദ വേ ടു സെക്കൻഡ് ഫ്ലോർ ഞാൻ പിന്നെയും താഴത്തേക്ക് വന്നിട്ട് ഇൻഫർമേഷൻ ഡെസ്കിൽ നിന്ന് ബാഗ് ചോദിച്ചിട്ട് ഞാൻ ചാരിൻ്റെ കയ്യിൽ കൊടുത്തു. ചാര് ഭയങ്കര അപ്സെറ്റായിരുന്നു കേട്ടോ ആ സമയം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ.